ഗൂഗിളിൽ കയറി വോട്ടർ ലിസ്റ്റ് 2002 കേരള എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ 2 ലിങ്കുകൾ വരുന്നതാണ്. ഒന്നാമത്തെ ലിങ്കിൽ ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാനുള്ളതും, രണ്ടാമത്തെ ലിങ്ക് വോട്ടർ സെർച്ച് അതായത് വോട്ടറെ തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ളതുമാണ്. 2 ലിങ്കുകളാണ് വരുന്നത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ ലിങ്ക് വഴി വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. തുറന്നു വരുന്ന പേജിൽ ജില്ലയും നിയോജക മണ്ഡലവും തിരഞ്ഞെടുക്കുക. 2002 നിങ്ങൾ എവിടെയാണോ വോട്ട് ചെയ്ത് ആ ജില്ലയും ആ നിയോജക മണ്ഡലവുമാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. നിയോജക മണ്ഡലം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പ്രസ്തുത നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും വിവരം തൊട്ട് താഴെ വരുന്നതാണ്. അതിനോട് ചേർന്ന് തന്നെ ഡൗൺലോഡ് എന്ന ബട്ടണുണ്ട്. നിങ്ങൾ 2002 എവിടെയാണോ ഏത് പോളിംഗ് ബൂത്തിലാണോ വോട്ട് ചെയ്ത് ആ ബൂത്ത് ഇതിൽ നിന്നും കണ്ടെത്തി ഡൗൺലോഡ് ചെയ്യുക. പ്രസ്തുത വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ഈ വോട്ടർ പട്ടികയിൽ ആദ്യം കിടക്കുന്ന AC കോഡ് എന്നത് നിയോജക മണ്ഡലത്തിൻ്റെ കോഡാണ്. രണ്ടാമത് കിടക്കുന്നത് നിങ്ങളുടെ ബൂത്തിൻ്റെ നമ്പറാണ്. മൂന്നാമത് കിടക്കുന്നത് നിങ്ങളുടെ ക്രമ നമ്പറാണ്. അതിനുശേഷം നിങ്ങളുടെ പേരും ഫസ്റ്റ് നെയിം എന്ന് വരുന്നുണ്ടാവും. തൊട്ട് വലതുവശത്തായിട്ട് റിലേഷൻ ഫസ്റ്റ് നെയിം അതായത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം ID കാർഡ് നമ്പർ അതാണ് എപ്പിക് നമ്പർ. അത്രയും സാധനം ആ വോട്ടർ പട്ടികയിലുണ്ടാവും. ആ പട്ടികയിൽ നിന്നും നിങ്ങളുടെ പേര് നിങ്ങൾ കണ്ടെത്തുക. ഇനി 2002 പട്ടികയിലെ വോട്ടർ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, അതായത് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത്, ഡൗൺലോഡ് ചെയ്യാതെ എങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കാമെന്നാണ് കാണിക്കുന്നത്. തുറന്നു വരുന്ന പേജിൽ ആദ്യം ജില്ല തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജില്ല ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം LAC അതായത് നിങ്ങളുടെ നിയോജക മണ്ഡലം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അത് രണ്ടുമാണ് നിർബന്ധമായും ആ പേജിൽ കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വോട്ടറുടെ പേര് വച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടുപേര് വച്ചിട്ട് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്രമ നമ്പർ വച്ചിട്ട് സെർച്ച് ചെയ്യാം. നിങ്ങൾ സ്വാഭാവികമായിട്ടും പേര് അല്ലെങ്കിൽ വീട്ടുപേര് വച്ചിട്ടായിരിക്കും സെർച്ച് ചെയ്യുക. വോട്ടർ നെയിം എന്ന കോളത്തിൽ നിങ്ങളുടെ പേര് എഴുതുക. മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. കീബോർഡിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ വീട്ടുപേര് കൂടി കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ പേര് മാത്രമായും സെർച്ച് ചെയ്യാം. അത് സെർച്ച് ചെയ്യുമ്പോൾ ആ പേരിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള ആളുകളുടെ പേരുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇനി നിങ്ങളുടെ പേര് അങ്ങനെ കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ വള്ളിയും പുള്ളിയൊക്കെ വ്യത്യാസം ഉണ്ടാകാം. മാറ്റി മാറ്റി കൊടുത്തു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. തൊട്ട് താഴെ വീട്ടുപേര് ടൈപ്പ് ചെയ്തും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. വീട്ടുപേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് എന്ന ബട്ടൺ അമർത്തിയാൽ ആ വീട്ടുപേരിൽ ആ നിയോജക മണ്ഡലത്തിൽ ആരൊക്കെയുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അവിടെ വരുന്നതാണ്. ഇനി വീട്ടുപേര് കൊടുത്ത് നിങ്ങളുടെ പേര് വരുന്നില്ല, അല്ലെങ്കിൽ വീട്ടുപേര് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടുപേരിൽ ചിലപ്പോൾ വള്ളിയും പുള്ളിയൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം. അത് മാറ്റി മാറ്റി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ച നിങ്ങളുടെ പേരിൻ്റെ താഴെ നിങ്ങളുടെ വിശദമായ വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രായം, ഏത് ലിംഗമാണ്, ID കാർഡ് നമ്പർ അഥവാ എപ്പിക് നമ്പർ അഥവാ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഹൗസ് നമ്പർ വീട്ടു നമ്പർ, വീട്ടുപേര്, ബന്ധുവിൻ്റെ പേര്, പാർട്ട് നമ്പർ എന്നതാണ് നിങ്ങളുടെ ബൂത്തിൻ്റെ നമ്പർ. പിന്നെ പാർട്ട് സീരിയൽ നമ്പർ എന്നത് നിങ്ങളുടെ ക്രമ നമ്പറാണ്. ജില്ല തിരഞ്ഞെടുത്ത് LAC അഥവാ നിങ്ങളുടെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിയോജക മണ്ഡലത്തിൻ്റെ നമ്പർ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ വോട്ടറുടെ പേരും വീട്ടുപേരും ഒരുമിച്ച് നൽകിയും സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. പേര് വച്ച് തിരയുമ്പോൾ വള്ളിയും പുള്ളിയും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ പേര് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. ആയതിനാൽ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഉചിതം.